രാഹുൽ ഗാന്ധി ഈ ഒരു അഖിലേന്ത്യാ നേതാവാണല്ലോ. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ, പ്രാദേശിക പ്രവർത്തകന്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വയെ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. അതൊന്നും രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഗുണമല്ല. ഇത്രമാത്രം അധപ്പതനം എങ്ങനെയാണ് കോൺഗ്രസ്സുകാരാകെ സർവാദരണീയനായ നേതാവെന്ന് കാണുന്ന ഒരു നേതാവിന് ഉണ്ടാകുന്നത് എന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നില എന്താ? രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ കോൺഗ്രസും രാജ്യത്തെ BJPയുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനുതകുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി എല്ലായിടങ്ങളിലും സ്വീകരിക്കുന്നത്. ഇപ്പോ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. BJP ഇതര കക്ഷികൾക്കെതിരെ ഒട്ടേറെ കേസുകൾ എടുത്തിട്ടുണ്ട്, വേട്ടയാടിയിട്ടുണ്ട്, പ്രതിപക്ഷ പാർട്ടികൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടത്തില് ഡൽഹിയെ പറ്റി അറിയാലോ. ഡൽഹിയിൽ വടക്കേ ഇന്ത്യയിൽ BJPക്ക് അല്ലാത്ത ഒരു സംസ്ഥാനം ഡൽഹി ആയിരുന്നല്ലോ. ആ ഡൽഹിയില് കെജ്രിവാള് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽപ്പെട്ട ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ്സുകാരും രാഹുലും പറഞ്ഞ എന്താ? ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇതായിരുന്നില്ലേ ചോദ്യം. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അല്ലേ ചോദിക്കുന്നു. പിന്നീട് അറസ്റ്റും കേസും ഉണ്ടായി. ഇപ്പൊ എന്ത് സംഭവിച്ചു? കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കി. BJPയുടെ മുഖത്ത് മാത്രമാണോ അടിയേറ്റത്? രാഹുൽ ഗാന്ധിയുടെ മുഖത്തുമല്ലേ? രണ്ടു പേരുടെ മുഖത്തും കനത്തി അടിയേറ്റില്ലേ? ആ അനുഭവത്തിൽ നിന്നെങ്കിലും പാഠം പഠിക്കുന്നുണ്ടോ? എന്താണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? ഡൽഹിയിൽ കോൺഗ്രസിന് എന്താണ് സാധ്യതയുണ്ടായിരുന്നത്? സാധ്യതയൊന്നുമില്ലല്ലോ, പൂജ്യമായിരുന്നല്ലോ. അവിടെ കെജ്രിവാളിന്റെ പാർട്ടിക്കാണല്ലോ സാധാരണഗതിയിൽ ജയസാധ്യതയുള്ളത്. BJP പരാജയപ്പെടണം എന്നാഗ്രഹിക്കുന്ന BJP ഇതര കക്ഷികൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? കോൺഗ്രസ് BJP അധികാരത്തിൽ വരുന്നത് എന്നുള്ള നിലപാടാണോ ഡൽഹി? AAPയെ ശക്തമായി എതിർത്ത നിലപാടല്ലേ സ്വീകരിച്ചത്? അവിടെ BJPക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞല്ലോ. അതിനിടയാക്കിയത് കോൺഗ്രസിന്റെ കൂടി സമീപനല്ലേ? BJPയുടെ ഒരു സഖ്യശക്തിയായി അല്ലേ ഇവർ പെരുമാറിയത്? BJPയെ സഹായിക്കുന്ന നിലപാടല്ലേ ഉണ്ടായത്? ഇപ്പൊ BJPയുടെ ബി പാർട്ടിയായിട്ട് മാറുന്ന അവസ്ഥയല്ലേ ഉണ്ടായത്? ഇത് ഡൽഹിയുടെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് മറ്റേ കാര്യവും. ഇപ്പൊ നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് വീണ്ടും പറയാണ്. ഹരിയാനയില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമെന്ന് ആരെങ്കിലും കണക്കാക്കിയോ? BJP പോലും കണക്കാക്കിയിട്ടില്ല. എങ്ങനെയാ BJPക്ക് ജയിക്കാൻ പറ്റിയത്? ഇന്ന് രാജ്യത്ത് BJP നേരിടാൻ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കൊറ്റക്ക് വിചാരിച്ചാൽ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇപ്പൊ BJP നേരിടാൻ വേണ്ടിയുള്ളൊരു കൂട്ടായ്മ ഉണ്ടാവണം. ഹരിയാനയിൽ ആ കൂട്ടായ്മ ഉണ്ടാകുന്നതിനെതിരായ നിലപാടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സ്വീകരിച്ചത്. അതിന്റെ ഫലമെന്താ? BJP ഇതര വോട്ടുകൾ ശിഥിലമായി. ആരെ സഹായിച്ചു? അധികാരത്തിൽ വരില്ല എന്ന് കണക്കാക്കിയ BJP വീണ്ടും അധികാരത്തിൽ വന്നു. ആരാണ് ബി പാർട്ടി ആയത്? കോൺഗ്രസ് അല്ലേ? രാഹുൽ ഗാന്ധിയല്ലേ? BJPയെ സഹായിക്കുന്നതിനല്ലേ ഫലത്തിലുണ്ടായത്? ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ
ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആദ്യം കാണുന്നത് എന്താ? രംഗമാകെ കലുഷിതമാക്കും. രംഗമാകെ വഷളാക്കിയാൽ ആർക്കാ ഗുണം? യോജിക്കേണ്ട ശക്തികൾ തമ്മിലുള്ള യോജിപ്പ് വളർത്തിയെടുക്കുന്നതിന് പകരം ആ യോജിപ്പിനകത്ത് കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ആ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് എല്ലായിടങ്ങളിലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയല്ലേ നേതൃത്വം കൊടുത്തു? അത് BJP ഗുണകരമായിട്ട് മാറും. ചിലയിടത്ത് അവസാന വിജയവും BJPക്ക് ഉണ്ടാകും. ഇതല്ലേ സംഭവിച്ചത്? അപ്പോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് BJPയുടെ ബി പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെല്ലായിടവും ശക്തമായ നിലപാടേ സ്വീകരിച്ചിട്ടുണ്ട്. അതിശക്തമായ നിലപാട്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ.